നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ തിരിച്ചടിയാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായും കബളിപ്പിച്ചാണ് ആക്രമണം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ലക്ഷ്യം കണ്ടപ്പോൾ ഇറാന് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആക്രമണത്തെ നിസ്സാരവൽക്കരിച്ചായിരുന്നു ഇറാന്റെ പ്രതികരണമെങ്കിൽ ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് മൗനത്തിലാണ്. ഇസ്രായേൽ വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമിച്ച പ്രദേശത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ BBC-യും ദി ന്യൂയോർക്ക് ടൈംസും വിശകലനം ചെയ്ത് റിപ്പോർട്ട് ചെയ്തു. ഇസ്ഫഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വടക്കുകിഴക്കായി റഷ്യൻ നിർമ്മിത S-300 ഭൂതല വ്യോമ ബാലിസ്റ്റിക് മിസൈൽ വേദ സംവിധാനം ഏപ്രിൽ 15 ഉപഗ്രഹ ചിത്രത്തിൽ കാണാം. എന്നാൽ ഏപ്രിൽ 19 ഗൂഗിൾ എർത്ത് ചിത്രത്തിൽ സ്ഥലം ശൂന്യമാണ്. S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആക്രമണം നടന്ന സ്ഥലത്തിന്റെ വടക്കുഭാഗത്തായാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ വ്യോമ മേഖലയിൽ ഒന്നും പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് 2 ഉന്നത ഇറാൻ അധികൃതരെ ഉദ്ധരിച്ച് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയില്ലെന്നും മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നുമാണ് ഇറാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ഇസ്ഫഹാനിലെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കാര്യമായ തകരാർ സംഭവിച്ചെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. ഹമാസിന്റെ മിസൈലുകളെ ചെറുക്കാൻ ഇസ്രായേൽ സജ്ജീകരിച്ചിട്ടുള്ള അയൺ ഡോം പോലൊന്ന് ഇറാനുമുണ്ട്. സംവിധാനത്തിന്റെ പേര് സ്കൈ ഡിഫൻഡേഴ്സ് വെലായത്ത് എന്നാണ്. ക്രൂയിസ് മിസൈലുകളെ നേരിടാനാണ് പ്രധാനമായും പുതിയ സംവിധാനം വികസിപ്പിച്ചത്. റഷ്യയുടെ S-300 മിസൈൽ സംവിധാനവുമായി സാമ്യമുള്ള ബവാഡ് 373 ഇടയ്ക്ക് രാജ്യം വികസിപ്പിച്ചെടുത്തിരുന്നു. ഇറാനിൽ എവിടെയെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമല്ല. BBC റിപ്പോർട്ട് പ്രകാരം S-300 മിസൈൽ പ്രതിരോധ സംവിധാനത്തിലെ റഡാറുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. എന്നാൽ മിസൈൽ വിക്ഷേപണികൾക്ക് സാരമായ കേടുപാടുണ്ടായിട്ടില്ല. മിസൈലിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് റഡാറാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തിലെ സുപ്രധാന ഘടകത്തിലാണ് തകരാർ സംഭവിച്ചതെന്നാണ് വിവരം. ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വാർത്താ ഏജൻസി ഇറാൻ ഇന്റർനാഷണലും ഇത് ശരിവെക്കുന്നുണ്ട്. ഭൂതല വ്യോമ മിസൈലുകളുടെ ദിശ നിർണ്ണയിക്കുന്ന റഡാർ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു. ആക്രമണത്തിലുണ്ടായ നഷ്ടത്തിന്റെ തോത് വ്യക്തമല്ല. എന്തുതരം ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചതെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്നിരുന്നാലും ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ വളരെ രഹസ്യമായി ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ നയതന്ത്ര കാര്യാലയം ഇസ്രായേൽ ബോംബിട്ട് തകർത്തത്. സൈനിക ജനറൽമാരടക്കം 13 പേർ കൊല്ലപ്പെട്ട ക്രൂരതയ്ക്ക് പകരം ചോദിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി വ്യക്തമാക്കിയിരുന്നു. ഖൊമൈനി പറഞ്ഞ പോലെ തന്നെ ഇറാൻ ചെയ്തു. തിരിച്ചടിക്ക് പേരുമിട്ടു ടു പ്രോമിസ്. കോൺസുലേറ്റ് ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. ഇറാൻ മണ്ണിൽ നിന്ന് 1000 കിലോമീറ്ററിലധികം വരുന്ന ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പാഞ്ഞത് 300-ലധികം ഡ്രോണുകളും മിസൈലുകളുമായിരുന്നു. പക്ഷേ ലക്ഷ്യസ്ഥാനം കാണും മുൻപേ ഇസ്രായേൽ അയൺ ഡോം സംവിധാനം ഡ്രോൺ നീക്കം പരാജയപ്പെടുത്തി. തങ്ങളുടെ വ്യോമപരിധിയിൽ വന്നവ ജോർദാനും ഇറാഖ്, സിറിയ, യമൻ വ്യോമപരിധികളിൽ കടന്ന ഡ്രോണുകളും മിസൈലുകളും തകർത്ത് US-ഉം ഇസ്രായേലിനൊപ്പം നിന്നു. പകരത്തിന് പകരമായാണ് ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചും മിസൈൽ ആക്രമണം നടത്തിയത്. വാർത്തയുടെ നിറം തേടി തനി നിറം.